കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം ചെറുകുന്ന് അമ്പലത്തിന് സമീപത്ത് സ്ഥാപിച്ച ബോർഡ് തീവച്ച് നശിപ്പിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. തിരഞ്ഞെടുപ്പ് ഏതാണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ ഒരു പ്രാധാന്യത്തെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കാലാകാലങ്ങളായി CPM തുടരുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രചരണം സാമഗ്രികൾ നശിപ്പിക്കുക എന്നുള്ളതൊരു ആചാരമാണ്. അപ്പോൾ അത് ശരിയാണ്, അവർക്ക് നശിപ്പിക്കാം. അത് ജനങ്ങൾ തീരുമാനിക്കും എന്ത് വേണം എന്നുള്ളത്, എങ്ങനെ വോട്ട് ചെയ്യണം എന്നുള്ള പ്രബുദ്ധരായ ജനതയാണ്, അതൊക്കെ ജനങ്ങൾക്ക് വിടുന്നു. പക്ഷേ എനിക്ക് പറയിൽ കാണുന്ന ഒരു തെങ്ങ് BJP സ്ഥാനാർത്ഥിയോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ബോർഡ് വെച്ചതിൻ്റേതോ ആണെങ്കിൽ ഒരു തെങ്ങ് നശിപ്പിക്കേണ്ട കാര്യമില്ല, ആ ബോർഡ് കത്തിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ ഒരു തെങ്ങിനെ പോലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് CPMൻ്റെ നേതൃത്വത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ തികച്ചും നീചമായ ഇത്തരം പരിപാടികളൊന്നും കണ്ടാൽ ഇതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ വന്നത് എന്നാണ് CPMനോടും ആളുകളോടും നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ സംഭവ വികാസത്തിൽ ഇത് നശിപ്പിച്ചവരെ അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുത്തവരെ കൃത്യമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കപ്പോത്ത് കാവിൻ്റെ അടുത്തെ മിനിഞ്ഞാന്നത്തെ വിഷയമാണ്. അവിടെയും ഇതുപോലെ തന്നെ അസഹിഷ്ണുത എന്ന് വെച്ചാൽ ഒരു നമ്മുടെ വിജയവിശ്വാസത്തെ അതിൽ വിറളി പൂണ്ട CPMൻ്റെ നേതാക്കളും അണികളുമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള സംഘവും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ആ ഭക്ഷണം ആക്കിയ ആളുകൾ അയാളെ വീട്ടിലേക്ക് ഇരച്ചു കയറുക, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് അസഭ്യം പറയുക, അതിൽ വന്ന 2-3 പേരെ മർദ്ദിക്കാൻ കയറുക, അവർ തിരിച്ചു പോകുമ്പോൾ അവരെ വാഹനം തടയുക, ഇതൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംവിധാനമല്ല. CPMന് ജനാധിപത്യമില്ല എന്നറിയാം. വൈദേശിക രാഷ്ട്രീയ സംവിധാനമാണ് CPM. അതൊന്നും ഇനി കുറേ കാലം ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമണ്ഡലത്തിൽ മുന്നോട്ട് പോകില്ല എന്നാണ് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പോലീസ് കൃത്യമായ ആക്ഷൻ എടുക്കണം ഇതിനെതിരെ. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർ മറ്റ് അക്രമ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് ഇത് പറയാനുള്ളത്. NDA സ്ഥാനാർത്ഥി സനലേവി, വിജു നാരായണൻ, രമേശൻ PV, രതീഷ് പൂക്കോടി, വിജേഷ് അണ്ണാമല, KT മുരളി, വിജേഷ് വെങ്ങര തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കണ്ണപുരം പോലീസിൽ പരാതി നൽകിയ സംഭവത്തിൽ വർത്തമാന ന്യൂസ്.